ശ്രീകൃഷ്ണന്റെ ബാല്യകാല കഥകളിൽ പ്രസിദ്ധമാണ് ഒരു പഴക്കച്ചവടക്കാരിയുടേത്. അക്കാലത്ത് മധുരയിൽ ഒരു പഴക്കച്ചവടക്കാരി ജീവിച്ചിരുന്നു. ഒരിക്കൽ അവർ നന്ദഗോപരുടെയും യശോദയുടെയും വാസസ്ഥലത്തെത്തി. മധുരവും വാസനയേറിയതുമായ മാമ്പഴങ്ങൾ കണ്ട് ശ്രീകൃഷ്ണന് കൊതിയടക്കാനായില്ല. സ്വതസിദ്ധമായ കള്ളച്ചിരിയോടെ കണ്ണൻ പഴക്കച്ചവടക്കാരിക്കരികിലെത്തി മാമ്പഴങ്ങൾ ആവശ്യപ്പെട്ടു. പകരമായി അരിയോ ധാന്യമോ നൽകാൻ പഴക്കച്ചവടക്കാരി പറഞ്ഞു. കുട്ടിയായ കൃഷ്ണൻ വീടിനുള്ളിലേക്ക് ഓടിപ്പോയി. ചെറിയ കൈക്കുള്ളിൽ ഒരു പിടി ധാന്യവുമായി അവർക്കരികിലേക്കെത്തി. പഴക്കച്ചവടക്കാരിക്കരികിലെത്തി കണ്ണൻ മുഷ്ടി തുറന്നു. എന്നാൽ പറ്റിപ്പിടിച്ച ചില്ലറ ധാന്യമണികൾ ഒഴികെ ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് ഊർന്നു പോയിരുന്നു. അല്പം സങ്കടം അഭിനയിച്ച് തിരിഞ്ഞു നടന്ന ബാലഗോപാലനെ പഴക്കച്ചവടക്കാരി കയ്യാട്ടി വിളിച്ചു. തന്റെ മടിയിലിരുന്ന് അമ്മയെന്ന് തന്നെ വിളിച്ചാൽ മാമ്പഴം തരാമെന്ന് അവർ പറഞ്ഞു. കണ്ണൻ അപ്രകാരം ചെയ്തു. ആരെയും മോഹിപ്പിക്കുന്ന ഭാവത്തോടെ അമ്മയെ എന്ന് വിളിച്ച ആ കുരുന്നിന് പഴക്കച്ചവടക്കാരി മാമ്പഴങ്ങൾ നൽകി. കണ്ണൻ അതുമായി ഓടിപ്പോയി. എന്നാൽ പഴക്കച്ചവടക്കാരി തന്റെ കൂടയിൽ നോക്കിയപ്പോൾ കണ്ണന് കൊടുത്ത മാമ്പഴങ്ങൾക്ക് പകരം കൂടയിൽ സ്വർണവും വിലപിടിച്ച രത്നങ്ങളും. സാക്ഷാൽ ഭഗവാൻ തന്നെയായിരുന്നു കുറച്ചു മുമ്പ് തന്റെ മടിയിൽ കയറിയിരുന്നതെന്നും തന്നെ അമ്മയെ എന്ന് വിളിച്ചതെന്നും താൻ നൽകിയ മാമ്പഴം ഭക്ഷിച്ചതെന്നും മനസ്സിലാക്കിയ പഴക്കച്ചവടക്കാരി സ്തബ്ധയായി നിന്നു. സ്വർണവും രത്നങ്ങളും ഒന്നും അവരെ മോഹിപ്പിച്ചതേയില്ല. മറ്റൊരു പുതിയ കഥയുമായി കഥയമമ്മ അടുത്തയാഴ്ച കേൾക്കാം.